ഏകദേശം ഒരു ദിവസം 1% വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 365 ദിവസം കൊണ്ട് നമുക്ക് ഏറ്റവും ടോപ്പർ ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. ഇതൊരു സീക്രട്ട് ആണ്. പക്ഷെ പലരും 1% പോലും വർക്ക് ചെയ്യാൻ കാണിക്കാറില്ല. അത് ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, ഭയങ്കര ടാലന്റ് ഉണ്ട് എന്ന് സ്വയം വിശ്വസിക്കും. പക്ഷെ ടാലന്റ് ഉണ്ടെങ്കിൽ പോലും പല പ്രൊക്രാസ്റ്റിനേഷൻ കാരണം കൊണ്ടാണ് അവർക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. ഏകദേശം കോമൺ ആയിട്ട് നമ്മളെ പോലെ സാധാരണക്കാരായ ആൾക്കാർ ചിന്തിക്കുന്ന ഒരു സംഭവമാണ് 1% ഒരു ദിവസം വർക്ക് ചെയ്ത 1 ഇയർ കൊണ്ടല്ലേ സക്സസ് ഉണ്ടാവും. 10% ഒരു ഡെയിലി പെട്ടെന്ന് സക്സസിലേക്ക് എത്താന്നുള്ള ഒരു കോൺസെപ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷെ ആ വർക്കിന്റെ മോട്ടിവേഷൻ ആണെങ്കിലും അത് ആകണം എന്ന് ആഗ്രഹിക്കുന്ന ആ നിമിഷം ഒക്കെ ജസ്റ്റ് വെറും ഉറങ്ങി എണീച്ചാൽ ഒരു തലമുറയിലാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. ശരിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മള് എന്തെങ്കിലും മൂവീസ് കാണുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുടെ ലൈഫ് സ്റ്റോറി എന്തെങ്കിലും കേൾക്കുന്നു. അപ്പൊ ആ ഒരു മൊമെന്റിൽ ഒരു 3 hours 4 hours മോട്ടിവേറ്റഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് പല ആൾക്കാരും വിചാരിക്കും ഓക്കെ ഇനി മുതൽ നമ്മള് ഈ ഒരു ലെവലിൽ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ ഇത് എപ്പോഴും എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ടാലന്റ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ടാലന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടാലന്റ് കൃത്യമായിട്ട് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകണം. അതെല്ലാവർക്കും സാധിക്കുന്നില്ല. പല ആൾക്കാരും മുന്നോട്ട് കൊണ്ടുവന്നത്, അതായത് ടാലന്റ് ഉണ്ടെങ്കിൽ പോലും അവർക്ക് അവരുടെ ടാലന്റ് എന്താണെന്ന് മനസ്സിലാവില്ല. പല മൂവീസോ വീഡിയോസോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ കാണുമ്പോൾ ഇതാണ് എന്റെ ടാലന്റ് തെറ്റിദ്ധരിക്കി പറ്റുന്നത്. സോ അവർക്ക് തന്നെ അവരുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. സോ അത് കിട്ടിയാൽ തന്നെയാണ് അവർക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ ഇന്നത്തെ കുട്ടികൾ മാക്സിമം 99% കുട്ടികളും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് അവർക്ക് കൺസിസ്റ്റൻസി ഇല്ല. ശരിയാണ്. കാരണം ഇപ്പോ ഫോണിൽ അവര് ഒരു 1 hour 2 hours 3 hours സുഖമായിട്ട് ഇരുന്ന് പോകുന്നുണ്ട്. പക്ഷെ ഈ ഒരു 2-3 hours അവരുടെ ടാലന്റ് ഐഡന്റിഫൈ ചെയ്ത് ആ ടാലന്റിന് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ ചെലവാക്കാൻ പറ്റിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഈ ഓവർ ഒരു 1 year അല്ലെങ്കിൽ ഈ ഒരു പീരീഡിൽ നമുക്ക് ഈ നമ്മളെ തന്നെ ഒരുപാട് ഇമ്പ്രൂവ് ആക്കി മാറ്റാനായി സാധിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞാൽ 1%, അപ്പൊ ഈ ഒരു വർഷത്തേക്ക് 1% കൊടുത്ത് വന്നതിന് പറഞ്ഞാൽ ഏകദേശം 37% നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വർഷത്തിൽ നമ്മളെ മെച്ചപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പക്ഷെ പല ആൾക്കാരും അത് ട്രൈ ചെയ്യുന്നില്ല. പല കുട്ടികളും ആഗ്രഹം ഇല്ലാണ്ടല്ല, അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് വർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പാരന്റ്സ് ഉള്ള ഒരു കമ്പാരിസൺ, അവൻ നോക്കണം, അവൻ എന്താ വർക്ക് ചെയ്യുന്ന നോക്കണം, അവന്റെ ടാലന്റ് കണ്ട നീ. അപ്പൊ നമ്മൾ കോമൺലി ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ശരിയാണ് എനിക്ക് കിട്ടുന്നില്ല, അവന് കിട്ടുന്നുണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ എന്തോ സക്സസ് ആവുന്നില്ല, അവന്റെ ഭാഗ്യമുണ്ട് വരുന്നത്. അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാൾക്ക് ഭാഗ്യം ഉണ്ടായിട്ടല്ല അവര് സക്സസ് ആവുന്നത്, അവർക്ക് ഉള്ള ടാലന്റ് കൃത്യമായിട്ട് അവർ യൂസ് ചെയ്യുന്നു. ആ ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോ പല വീട്ടിലും കമ്പയർ ചെയ്യുന്ന ആ കുട്ടിയെ നോക്ക് എന്ന് പറഞ്ഞത്. അപ്പൊ ആ കുട്ടിക്ക് ടാലന്റ് മാത്രമല്ല, ഓക്കെ, നമ്മളത് സ്ഥിരമായിട്ടും ഡെയിലി ഒരു 2-3 hours നമ്മൾ എഫേർട്ട് ഇട്ടാൽ മാത്രമേ ആ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമ്മളെല്ലാവരും പല കാര്യങ്ങളും പല ആൾക്കാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. സ്പോർട്സ് പേഴ്സൺസ് ആയിക്കോട്ടെ, പല ആൾക്കാരെയും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിൽ എല്ലാ ആൾക്കാരെയും ഒന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാവും, എല്ലാ ക്രിക്കറ്റ് പ്ലേയേഴ്സിനും ഫുട്ബോൾ പ്ലേയേഴ്സിനും കളിക്കും, ടാലന്റ് ഉണ്ട്. പക്ഷെ എല്ലാവരും ടോപ്പിൽ എത്തുന്നുണ്ടോ വെച്ചാൽ അതില്ല. ടോപ്പിൽ എത്തുന്നവർ എപ്പോഴും സ്ഥിരമായിട്ട് കൺസിസ്റ്റൻസിയോട് അവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ മാത്രമേ ടോപ്പിൽ എത്തുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈവൻ ഇപ്പോ നമ്മളൊരു സ്റ്റോറി നമുക്കറിയാം, നമ്മുടെ ഉസൈൻ ബോൾട്ട്. ഓക്കെ, ഉസൈൻ ബോൾട്ട് ആക്ച്വലി ഒരു 10 സെക്കൻഡിന്റെ ഉള്ളിൽ അദ്ദേഹം ഒരു 100 മീറ്റർ ഓടി തീർക്കുന്നുണ്ട്. ഈ 10 സെക്കൻഡിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ചെലവാക്കിയിട്ടുള്ളത് ഏകദേശം 20 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ 10 സെക്കൻഡ് എന്നുള്ളൊരു മൈൽ സ്റ്റോണിലേക്ക് എത്തുന്നത്. സോ നമ്മളിപ്പോ ഒരു ചെറിയൊരു സക്സസ് ആണെങ്കിലും വലിയൊരു സക്സസ് ആണെങ്കിലും അതിന് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സ്ഥിരം അത് കൺസിസ്റ്റൻസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കണം. എന്നാൽ മാത്രമേ ഈ സക്സസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഇപ്പൊ ടാലന്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഗുണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ കൺസിസ്റ്റൻസി നിർബന്ധമായിട്ടും ആവശ്യമുള്ള ഒരു കാര്യമാണ്. എല്ലാ ടാലന്റ് ഉള്ള ആൾക്കാരും അവരുടെ ഈ സക്സസ് തന്നെയാണ്. അതെ, ആ സക്സസിൽ എത്താൻ വേണ്ടിട്ട് അവര് ഒന്ന് മാത്രം ചെയ്തിട്ടുണ്ട്, അവിടെ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഹാഫ് ആൻ അവർ ആണെങ്കിൽ പോലും പഠിക്കുന്ന കുട്ടികൾ ടോപ്പറിന് എടുത്ത് നോക്കി നമുക്ക് മനസ്സിലാവും, ഹാഫ് ആൻ അവറെ പഠിക്കുന്നുണ്ടാവുള്ളൂ, ഡെയിലി ചെയ്യുന്നുണ്ട്. അത് ശരിയാണ്. നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ് പഠിക്കില്ല, അവര് പഠിക്കാം. അത് എനിക്ക് ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇപ്പോ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും പല ആൾക്കാരും ഓക്കെ ഇനിയിപ്പോ ഒരു മാസം ഉണ്ട് പറയുമ്പോൾ സാർ ഇനി ഒരു മാസം ഇല്ലേ, ഇനിയിപ്പോ ആ ഒരു മാസം 15 ദിവസം പോക്കി ഇനി 15 ദിവസം ഇല്ലേ,
അതിന് ഒരു ദിവസം ആകുമ്പോൾ ഇനിയിപ്പോ നാളെ രാവിലെ ഒരു സമയമില്ല, രാത്രി 10 മണി മുതൽ രാത്രി ഒരു 1 മണി 2 വരെ ഒന്ന് പഠിക്കാൻ വിചാരിക്കും. പക്ഷെ രാത്രി 10 മണി, പക്ഷെ എന്നാൽ ഫുഡ് കഴിച്ചിരുന്ന് പഠിക്കാം. അങ്ങനെ പ്രൊക്കാഷനേഷൻ സംഭവിച്ച് അടുത്ത ദിവസം എക്സാം വരെയും ഇവര് പഠിച്ചിട്ടുണ്ടാവില്ല, ഇവര് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടും ഉണ്ടാവില്ല, മാർക്കും സ്കോർ ചെയ്യാൻ പറ്റില്ല. ബാക്ക് ബെഞ്ചേഴ്സ്. ശരിയാണ്. പഠിക്കണം. സക്സസ് ആവുമ്പോൾ. അതെ, ഇപ്പോ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതിൽ ഇപ്പോ ഒരുപാട് ഫ്രണ്ട് ബെഞ്ചേഴ്സ് അല്ലെങ്കിൽ ടോപ്പേഴ്സ് ഉണ്ട്. ഈ ടോപ്പേഴ്സ് പിന്നീട് ഒരു 10 വർഷം കഴിഞ്ഞിട്ടോ 15 വർഷം കഴിഞ്ഞിട്ടോ ഇവർ എവിടെ എത്തി നമ്മൾ നോക്കുമ്പോൾ ഈ ടോപ്പേഴ്സ് എല്ലാവരും സക്സസ് ആയിട്ടില്ല. ഓക്കെ, ഈ ടോപ്പേഴ്സ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ ടോപ്പേഴ്സ് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പല ആൾക്കാരും ആവറേജ് എന്താണോ ചെയ്യുന്നത് ആ ഒരു ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ പല ബാക്ക് ബെഞ്ചേഴ്സും ഇപ്പൊ പല ഭാഗത്തും അല്ലെങ്കിൽ ടോപ്പ് ഓഫീസേഴ്സ് ആയാലും ശരി, ഇപ്പൊ ടോപ്പ് കമ്പനീസ് ആയാലും ശരി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്ക് ബെഞ്ചേഴ്സിന് ആക്ച്വലി കഴിവില്ലാഞ്ഞിട്ടല്ല, അവരൊരു പോയിന്റ് എത്തുമ്പോൾ മനസ്സിലാക്കും, ഓക്കെ ലൈഫ് ഇന്നതാണ്, ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. ആ ഒരു മൊമെന്റിൽ അവർ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ ഫസ്റ്റ് ബെഞ്ചേഴ്സിന് പോലും ആക്ച്വലി അവരെ പിടിക്കാനായിട്ട് സാധിക്കില്ല. അതായത് നമ്മൾ ഒരു പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ലൈഫിൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 18 ഒക്കെ കഴിയുമ്പോൾ റിയലൈസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും പാരന്റ്സ് എത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട്, വീട്ടുകാർ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട്, അതിന്റെ എഫേർട്ട് എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ഏജ് ടൈമിലായിരിക്കും. ഇപ്പൊ കൂടുതലും ഇൻസ്റ്റാഗ്രാമിൽ റീല് നോക്കിയിട്ടിരിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളോ ഒക്കെ മാക്സിമം എന്തെങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം ചെയ്യണം, എന്തെങ്കിലും സൈഡായിട്ട് പാരന്റ്സിനെ ഹെൽപ്പ് ചെയ്യണമെന്ന മൈൻഡ് സെറ്റ് മാക്സിമം വന്നിട്ടുണ്ട്. ഇതില് വരാൻ കാരണം എന്താന്ന് പറഞ്ഞാൽ ബാക്ക് ബെഞ്ചേഴ്സിലെ കുട്ടികൾക്കാണ് ടോപ്പേഴ്സ് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാക്ക് ബെഞ്ചേഴ്സ് പഠിക്കുന്നുണ്ട്, കൂടെ അവർക്ക് വേണ്ട ചെയ്യാൻ പറ്റുന്ന ചെയ്യുന്നുണ്ട്. അത് അവരുടെ സക്സസിൽ എത്തിക്കാനും അല്ലെങ്കിൽ എന്താണ് കഷ്ടപ്പാട്, എങ്ങനെ കഷ്ടപ്പെട്ടാലാണ് ഞാൻ എന്റെ ലൈഫിൽ സക്സസ് ആവുള്ളൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇപ്പോ നമ്മൾ പറഞ്ഞു ഒരു ടൈമില് പല ആൾക്കാരും റിയലൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടൈം ആക്ച്വലി വൈകി പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഒരു 25 വയസ്സ് അല്ലെങ്കിൽ 26 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സിന് ശേഷമാണ് ഇവര് റിയലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു സക്സസിലേക്ക് അല്ലെങ്കിൽ വീണ്ടും ഒന്നിന്ന് തുടങ്ങാൻ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ എത്ര പെട്ടെന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യം അല്ലെങ്കിൽ ലൈഫിൽ ലെസൺസ് ലേൺ ചെയ്ത് നമ്മൾ റിയലൈസ് ചെയ്യുന്ന അത്രത്തോളം നമുക്ക് പെട്ടെന്ന് സക്സസ് ആവാനൊക്കെ സാധിക്കും. വീഡിയോസ് കണ്ടിട്ടിരിക്കുന്ന ആൾക്കാരോട് നമുക്ക് പറയാനൊന്നേ ഉള്ളൂ, ഇനിയും വൈകിട്ടില്ല. അതെ, നാളെ തുടങ്ങാം, മറ്റന്നാളെ തുടങ്ങാം, അതിന് പിറ്റന്നാളെ തുടങ്ങാം. കാരണം നമ്മള് കോമൺ ആൾക്കാരെ പോലെ അങ്ങനെ ഇരിക്കത്തുള്ളൂ. നമ്മൾ എന്തെങ്കിലും ഒന്ന് ഡിഫറെന്റ് ആവണം മറ്റുള്ളവരിൽ നിന്നുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങാം. എനിക്കിപ്പോ ആകെ പറയാനുള്ളത് നമ്മുടെ ഓഡിയൻസിനോട്, നിങ്ങൾക്ക് ടാലന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഫൈനൽ ടോക്ക്. ഈ ടാലന്റ് സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ ഈ ടാലന്റ് കൊണ്ട് യൂസ് ഉള്ളൂ. അപ്പൊ ഡെയിലി ഈ വരുന്ന ഇനിയിപ്പോ ഒരു മാസം അല്ലെങ്കിൽ നിങ്ങൾ ഒരു 30 ദിവസം എടുക്കാം. ഈ ഒരു 30 ദിവസം നിങ്ങളൊരു ടൈം ലൈൻ ഫിക്സ് ചെയ്തിട്ട് ആ ഒരു എപ്പോഴും ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് ആ ടൈമിൽ സ്ഥിരമായിട്ടും ഒരു ഹാഫ് ആൻ അവേഴ്സ് അല്ലെങ്കിൽ ഒരു 1 അവർ എന്താണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലൊരു കൺസിസ്റ്റൻസിയിൽ ഡെയിലി ഇരിക്കാം. എന്നാൽ മാത്രമേ സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് എന്റെ ടേക്ക്, എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഏറ്റവും ഇഷ്ടപ്പെട്ട സച്ചിൻ ടെണ്ടുൽക്കർ. അതെ അതെ, കോമൺ ക്രിക്കറ്റർ, എല്ലാ ക്രിക്കറ്ററെയും പോലെ അയാൾ ക്രിക്കറ്റർ ആയി മാറാനാണെന്നുണ്ടെങ്കിൽ ഡെയിലി രാവിലെ എണീക്കുക, ക്രിക്കറ്റ് കളിക്കുക, മിണ്ടാതിരിക്കുക. നമ്മളെ പോലെ ഡെയിലി രാവിലെ എണീക്കുക, ക്രിക്കറ്റ് കളിക്കുക, ഫോൺ നോക്കുക, മിണ്ടാതിരിക്കുക. സോ അതെന്നെ ആൾക്ക് ചെയ്താൽ മതി. ആള് രാത്രി ഇല്ല രാവിലെ ഇല്ലാതെ പ്രാക്ടീസ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ സച്ചിൻ എന്ന് എടുത്ത് പറയാൻ വേണ്ടി പറ്റുന്നത്. അതെ അതെ, ഇപ്പൊ നമ്മള് ക്രിക്കറ്റില് ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ഗോഡ് ഓഫ് ക്രിക്കറ്റ് എന്നുള്ള പേര് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ഒരു മേഖലയിൽ എത്രത്തോളം മികവ് തെളിയിച്ച ഒരാളായിരിക്കണം, അതിനുള്ളിൽ എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടുണ്ടാവണം. അതില് 1% നമ്മൾ ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞ് പറഞ്ഞാൽ നമ്മൾ അത്ര വലുത് എത്തിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓവർ ദ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. മക്കളെ ഫോണും നോക്കി വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഇന്ന് തുടങ്ങിയാലും നിനക്ക് സക്സസ് കിട്ടും. എനിക്ക് കിട്ടില്ല, എന്റെ എല്ലാം പോയി, എല്ലാം കഷ്ടപ്പെട്ടു, എന്റെ ലൈഫേ പോയി എന്ന് പറഞ്ഞ് ഇരിക്കുന്നവരോടാണ് പറയുന്നത് നിന്റെ ലൈഫ് എവിടെയും പോയിട്ടില്ല. ഓക്കെ, അപ്പൊ നമ്മള് ഇതുപോലുള്ള ഓരോ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അൺടിൽ നെക്സ്റ്റ് ടൈം, സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.